എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. പരമ്പരയായിട്ട് ഗുരുക്കന്മാരെ കയ്യിൽ നിന്ന് കൈമാറി കിട്ടിയ ഒരു മരുന്ന്. അത് വളരെയേറെ ഗുണമുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഗുണം കിട്ടിയിട്ടുള്ള, ഉപയോഗിച്ചവരാരും ഒരാൾ പോലും നെഗറ്റീവായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും ഗുണമുള്ളൊരു മരുന്ന്. വർഷങ്ങളോളം, 10,000 വർഷം ആളുകൾ കൈമാറി വന്നിട്ടുള്ളൊരു മരുന്നാണ്. ഇതിൻ്റെ പേര് സൈനോ ഓയിൽ എന്നാണ്. ഇതിൻ്റെ ഗുണം മൈഗ്രൻ, കഫക്കെട്ട്, പല്ല് കുത്ത്, ചെവിട് പഴുപ്പ്, നട്ടല് വേദന, ഷോൾഡർ വേദന, കൈകാലിൻ്റെ ശക്തമായിട്ടുള്ള തരിപ്പും കടച്ചിൽ വേദന, മുട്ടുവേദന, കാലിൻ്റെ പടത്തിൻ്റെ താഴോട്ട് വരുന്നുള്ള ചൊറിച്ചിൽ, ഇതെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അതുപോലെ തന്നെ പൈൽസ്, വളരെ നല്ല രീതിയിൽ പൈൽസിന് ഉപകരിക്കുന്ന ഒരു മരുന്നാണ്. മാത്രമല്ല, ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിച്ച ഉടനെ തന്നെ നമുക്ക് പുത്തൻ വെള്ള ഷർട്ട് നമ്മളെ മേലിലിടാം. കാരണം വെച്ചാൽ ഇത് മരുന്ന് പുരട്ടിയാൽ ഒരു സോപ്പോ വലിയ ടവലിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം തന്നെ മരുന്ന് നമ്മളെ ദേഹത്ത് വലിച്ചു പോകും, സെക്കൻഡ് കൊണ്ട് ഉണങ്ങിപ്പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഞാൻ ഓരോന്നായിട്ട് പറയാം. മൈഗ്രൈൻ്റെ തലവേദനയ്ക്ക് ഒരു 3 തുള്ളി നെറ്റിയിൽ പുരട്ടിയിട്ട് 3 തുള്ളി തിളച്ച ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് നെറ്റിയിൽ ആവി പിടിച്ചു കൊടുത്താൽ മൈഗ്രൈൻ്റെ തലവേദനയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്. രാത്രി കിടക്കാൻ നേരത്തെ ഒരു തുള്ളി തലയിൽ ഇടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ചെവിട് പഴുത്ത് ശക്തമായ വേദന ആണെങ്കിൽ പഞ്ഞിയിലാക്കിയിട്ട് ചെവിട്ടിൽ വെച്ച് കൊടുത്താൽ ചെവിടിൻ്റെ വേദന പോയി കിട്ടും. പല്ലുകുത്തിനും അതുപോലെ തന്നെയാണ്. പല്ലുകുത്തുള്ള ഭാഗത്ത് പരട്ടി കൊടുത്താലും നല്ല വ്യത്യാസമുണ്ട്. മാത്രമല്ല, നമുക്ക് കഫക്കെട്ടിട്ട് നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെ ശ്വാസം കിട്ടാതെ വരുന്ന സമയത്ത് ഒരു 10 തുള്ളി പരട്ടിയിട്ട് നല്ല ചൂട് വെള്ളത്തിൽ ആവി പിടിക്കുമ്പോൾ ദേഹമാസകലം മൂടിയിട്ടിട്ട് ആവി പിടിക്കാം. കഫം പെട്ടെന്ന് നമുക്ക് വയറ്റിൽ കൂടി പോയി കിട്ടും. ഷോൾഡർ, കൈയിൻ്റെ മുട്ടുവേദന, കൈ നീർത്താൻ പറ്റുന്നില്ല, നിവരുമ്പം ശക്തമായ വേദന വരും. ആ സമയത്ത് ഒരു 10 തുള്ളി പരട്ടിയിട്ട് തോർത്ത് മുണ്ടെടുത്ത് പച്ച വെള്ളത്തിൽ മുക്കി എന്നിട്ട് കൈയിൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു ചൂടുള്ള ബോട്ടിലും വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ വേദന അപ്പം പോയി കിട്ടും. പൈൽസ് ആണെങ്കിൽ നിങ്ങൾ പഞ്ഞിലാക്കിയിട്ട് മലദ്വാരം ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങൾ പഞ്ഞിലാക്കി വെച്ചിടുക. പിറ്റേ നേരം വെളുത്ത് കഴിഞ്ഞാൽ മലം പോകുമ്പം ആ പഞ്ഞി പുറത്തോട്ട് പോകുന്ന സമയത്ത് അതങ്ങ് പോവും. വേദന അന്നത്തെ രാത്രി കൊണ്ട് അങ്ങോട്ട് പോയി കിട്ടും. അതുപോലെ നിരന്തരം ഒരു 2 ആഴ്ച അടുപ്പിച്ച് ചെയ്താൽ, ഉരുകളാണെങ്കിൽ നല്ല സമാധാനം 2 ആഴ്ച കൊണ്ട് കിട്ടും. നേരെ മറിച്ചിട്ട് ഫിസ്റ്റൂള, അതിന് നിങ്ങൾക്ക് മണിക്കൂർ കൊണ്ട് സുഖം കിട്ടും, 2 ദിവസം കൊണ്ട് മാറിക്കും. പിന്നെ ആ രോഗത്തെ പറ്റി നോക്കണ്ട. അതുപോലെ തന്നെയാണ് നമുക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ, കാല് നിവരാനും മടക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ ഈ മരുന്ന് നിങ്ങളെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മുട്ടുവേദന പോയി കിട്ടും. അതേമാതിരി കാലിൻ്റെ പുഴുതേം കുത്തലിന് വളങ്കടിക്ക്, ഈ വളങ്കടി പുഴുതേം കുത്തൽ എന്ന് പറഞ്ഞാൽ 10 വർഷക്കായിട്ട് പുഴുതേക്കം കുത്തിയിട്ട് വേദനയുടെ ഇടയിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്ത് ഒരു തുള്ളി വെച്ച് കൊടുക്കുക. ഡെയിലി ഇത് രാവിലെ വൈകുന്നേരം വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു 10 വർഷം കൊണ്ടുള്ള പുഴുതേം കുത്തൽ പോയി കിട്ടും. അതുപോലെ തന്നെ വളങ്കടിക്കും ചെയ്യാൻ പറ്റും. പരട്ടി കൊടുക്കുക, കാല് ക്ലീനാക്കിയിട്ട് രാത്രി പരട്ടി കൊടുക്കുക. വളങ്കടി നല്ല വ്യത്യാസമുണ്ട്. അതിന് ഒട്ടുമുഖ്യ നമുക്ക് ഏത് സമയത്ത് നമുക്ക് ജോലി കഴിഞ്ഞ് വന്നാൽ ഒരു പടി കയറുന്ന സമയത്ത് വേദന ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ കാലിൻ്റെ മുകളിൽ പരട്ടിയിട്ട് ഒന്നാണ് നിൽക്കുമ്പോഴത്തേക്ക് ആ വേദന പോകും. അങ്ങനെ ഉപകാരമുള്ള ഒരു മരുന്നാണ് ഈ സൈനോ ഓയിൽ. ഇത് വർഷങ്ങളായിട്ട് ഞാൻ പല ഭാഗത്തും പല രാജ്യത്തും ഞാൻ യാത്ര ചെയ്യുന്നതാണ്. അവിടെ എല്ലാം കൊടുക്കുന്നുണ്ട്. അവരെല്ലാം നല്ല സുഖമായിട്ട് നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ട് ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കുക. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കും. ഇത്രയും സുഖമുള്ളൊരു മരുന്ന് നിങ്ങളുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.